ബലൂചിസ്ഥാൻ തൊട്ടു പിന്നാലെ പാക് അധിനിവേശ കാശ്മീരിലും കലാപം ആരംഭിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ അവർ ആദ്യകാലത്ത് മുഴക്കിയ മുദ്രാവാക്യം തന്നെയായിരുന്നു POKയിലും മുഴക്കി. കഴിഞ്ഞ കുറേ കാലമായി POKയിലുള്ള വിവിധ സംഘടനകൾ സമരത്തിലായിരുന്നു. രാഷ്ട്രീയ സ്വയം അധികാരം നൽകണം, അതായത് സ്വതന്ത്രമായ ഒരു ഭരണ അധികാരം തങ്ങൾക്ക് നൽകണം, പ്രകൃതി വിഭവങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് നൽകണം. കാരണം ഏറ്റവും കൂടുതൽ പ്രകൃതി വിഭവമുള്ള ഒരു ഇടമാണ് POK. അത് മുഴുവൻ പാകിസ്ഥാൻ കൊണ്ടുപോവുകയും തങ്ങൾക്ക് മേൽ വലിയ നികുതി ചുമത്തുകയും ചെയ്യുന്നതിനെതിരെയായിരുന്നു ആദ്യകാലത്തെ പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ അതൊരു പ്രക്ഷോഭവും കലാപവുമായി മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന POKയിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരാണ്. അവരാണ് ഈ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. അവർ ഇപ്പോൾ സൈന്യത്തിനൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അവർ പറഞ്ഞത് തങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് റാവൽകോട്ടയിലെ ജോയിൻറ്റ് അവാമി ആക്ഷൻ കമ്മിറ്റി, അതായത് POJK എന്ന് പറയുന്ന ഒരു സമിതി, സംയുക്ത സമരസമിതിയാണ്, അവരാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ബലൂചിസ്ഥാനെ പോലെ ആകില്ല സൈന്യത്തിൻ്റെ അവസ്ഥ, ഞങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിപ്പോകില്ല, നിങ്ങളുടെ മൃതദേഹം, അതായത് സൈന്യത്തിൻ്റെ മൃതദേഹം പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ബലൂചിസ്ഥാനിൽ കൊല്ലപ്പെടുന്ന പാക് സൈനികരുടെ മൃതദേഹം മറ്റുമൊക്കെ പാക് സൈനികർ തിരിച്ച് കൊണ്ടുപോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുപോലെ ആയിരിക്കില്ല POKയിൽ എന്നാണ് അവാമി ആക്ഷൻ കമ്മിറ്റി നേതാവ് രാജാ ഗുലാം മുജ്ബ പറയുന്നത്. പലയിടത്തും ടയറുകളും മറ്റും കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. പക്ഷേ പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനപരമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. പ്രതിഷേധങ്ങൾ വരുമ്പോൾ അതിനെതിരെ വെടിവെപ്പുമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പട്ടാളം ആകെ ഒരു അങ്കലാപ്പിലാണ്. കാരണം ബലൂചിസ്ഥാൻ മേഖലയിലും പഞ്ചാബ് സിന്ധ് പ്രവിശ്യയിലുമൊക്കെ അവർ ആഭ്യന്തര യുദ്ധത്തെ നേരിടുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യയുമായി ചേർന്ന് കിടക്കുന്ന പാക് അധിനിവേശ കാശ്മീരിൽ ഒരു കലാപം ആരംഭിച്ചിരിക്കുന്നത്. അതായത് സർവത്ര ആഭ്യന്തര യുദ്ധത്തിലേക്ക് പടുകുഴിയിലേക്ക് വീഴുകയാണ് പാകിസ്ഥാൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി സൈനിക നടപടികൾ എന്തെങ്കിലും പാക് അധിനിവേശ കാശ്മീരിലുണ്ടായാൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങേണ്ടി വരും. ഒരുപക്ഷെ രാജ്നാഥ് സിംഗും അമിത്ഷായൊക്കെ പറഞ്ഞതുപോലെ ഒരു തുള്ളി രക്തം ചിന്താത്ത പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകാൻ അധികം വൈകില്ല എന്ന് കരുതാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.